ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി ചിക്കൻ മന്തി ആയാലോ. ഒരു ജാറിലേക്ക് കുറച്ച് മല്ലിയില, 5 പച്ചമുളക്, 2 ടേബിൾ സ്പൂൺ പുളിയില്ലാത്ത തൈര്, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ചേർത്ത് നന്നായി അരച്ചെടുക്കുക. സ്കിന്നോട് കൂടിയ 800 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ചിക്കനിലേക്ക് മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ്റെ 2 സൈഡും വരഞ്ഞു കൊടുക്കണം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മന്തി മസാല, ഒരു ചിക്കൻ മാഗി ക്യൂബ്, നേരത്തെ അരച്ചു വച്ചിരുന്ന തൈര്, മല്ലിയിലയുടെ പേസ്റ്റ്, അഞ്ച് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ, ഇത്രയും ചേർത്ത് ചിക്കൻ നന്നായി മിക്സ് ചെയ്തെടുക്കുക. കുറഞ്ഞത് ഒരു 4 മണിക്കൂറെങ്കിലും ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനി ചോറ് തയ്യാറാക്കാം. ഞാനിവിടെ 2.5 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്ന രീതിയിലാണ് എടുത്തിരിക്കുന്നത്. ചൂടായ വെള്ളത്തിലേക്ക് പട്ട, ഏലയ്ക്ക, മല്ലി, കുരുമുളക്, ഒരു ഉണക്ക നാരങ്ങ ഇത്ര ഇട്ട് കൊടുക്കുക. തിളച്ച വെള്ളത്തിലേക്ക് 10 മിനിറ്റ് കുതിർത്ത് വെച്ചിരുന്ന ബസുമതി അരിയും ആവശ്യത്തിന് ഉപ്പും ഇട്ട് നന്നായി മിക്സ് ചെയ്ത് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. ചോറൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ചിക്കൻ വേവിച്ചെടുക്കാം. നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ചിക്കനെ അടുപ്പിലേക്ക് വെച്ച് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. ഇടയ്ക്ക് അടപ്പ് തുറന്ന് ചിക്കൻ്റെ 2 സൈഡും നന്നായി തന്നെ തിരിച്ചു മറിച്ചിട്ട് വേവിച്ചെടുക്കുക. ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട്. ചിക്കനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ചിക്കൻ പൊരിച്ച പാത്രത്തിലേക്ക് ചോറിട്ട് കൊടുക്കാം. കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി കുറച്ച് വെള്ളത്തിൽ കലക്കിയത് ഒഴിച്ചു കൊടുക്കുക. 2 പച്ചമുളകും കൂടെ വെച്ച് കൊടുക്കാം. ബാക്കിയുള്ള ചോറും കൂടെ ഇട്ട് കൊടുത്ത് നേരത്തെ ചെയ്തതുപോലെ തന്നെ ചെയ്തെടുക്കാം. ചാർക്കോൾ വേണമെങ്കിൽ ഈ സമയത്ത് വെച്ച് കൊടുക്കാവുന്നതാണ്. വേവിച്ച് വെച്ചേക്കുന്ന ചിക്കനും കൂടെ ചോറിന് മുകളിൽ വെച്ച് 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിച്ചെടുത്ത ചിക്കൻ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.